അങ്ങനെ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾക്കും ഒടുവിൽ നിലമ്പൂരുകാര് വിധിയെഴുതി. എന്തൊക്കെ വിവാദങ്ങളായിരുന്നു. വോട്ടെടുപ്പിന്റെ തലേ ദിവസം വിവാദത്തിന്റെ കാര്യത്തിൽ LDF ആണ് സ്കോർ ചെയ്തതെന്നുണ്ടെങ്കിൽ വോട്ടെടുപ്പിന്റെ അന്ന് സ്കോർ ചെയ്തത് UDF ആണ്. വോട്ട് പരമാവധി നേടാനുള്ള നെട്ടോട്ടത്തിലെ M സ്വരാജ് ഇങ്ങനെ തകർത്ത് പ്രചാരണം നടത്തുമ്പോഴാണ് ഗോവിന്ദ മാഷ് ബോംബിട്ടത്. ഏതെങ്കിലും ഒരു വർഗീയവാദിയെ, അതിൽ നിറവൊന്നും പ്രശ്നമില്ല, ആ വർഗീയവാദിയുടെ വോട്ടിനു വേണ്ടി അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ. ജനസംഘത്തിലെ ഒരു വിഭാഗമാണ് RSS. ഇവരെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ സഹകരിച്ചത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ തോന്നണില്ലേ? അതാണ് എല്ലാരും പറയണത്. ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്നിട്ട് ഗോവിന്ദ മാഷ് പറയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ RSS ആയിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ മാഷറെ ഈ വെളിപ്പെടുത്തൽ CPM-ന് കനത്ത തിരിച്ചടി ഉണ്ടാകും. അവസാന നിമിഷം പുതിയ ആയുധം കിട്ടിയ സന്തോഷത്തില് മാഷിന്റെ RSS പരാമർശം എടുത്ത് നമ്മുടെ പ്രതിപക്ഷ ആഘോഷാക്കി. അത് കണ്ടിട്ടെങ്കിലും തിരുത്തി പറഞ്ഞോ? ഇല്ല, ഒരു മാറ്റം, ഇതേ പറഞ്ഞാൽ പറ്റും. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? സംഭവം കൈവിട്ട് പോണെന്നായപ്പോ സന്ധ്യക്ക് നമ്മുടെ ആശാൻ പതുക്കെ രംഗത്തിറങ്ങി. RSS ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്നാ ഒന്ന് പോയ അവിടെ നിന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ വക 2 മാസ ഡയലോഗ്. അടിയന്തരാവസ്ഥ കാലത്ത് CPIM-ഉം RSS-ഉം തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അല്ല CM, ഗോവിന്ദ മാഷ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി എന്തായാലും നുണ പറയില്ലല്ലോ. അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾ സഹകരിച്ചിരുന്നത് ജനതാ പാർട്ടി ആയിട്ടാണല്ലോ. അപ്പൊ അതുവഴി കിട്ടിയ RSS ബന്ധത്തിന്റെ കാര്യമായിരിക്കും അല്ലേ പറഞ്ഞത്? അന്നത്തെ ഒരു വിശാല മുന്നണി, ആ വിശാല മുന്നണി ജനതാ പാർട്ടിയായി രൂപപ്പെട്ടു. ഞങ്ങളതിലില്ല. CPIM അപ്പോഴും വേറിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ 50 കൊല്ലം മുമ്പത്തെ RSS കൂട്ട് തുറന്നു പറഞ്ഞ പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി നിഷ്കരുണം തള്ളിയിരിക്കുന്നു. അങ്ങനെ വോട്ടെടുപ്പിന്റെ തലേ ദിവസം ഗോവിന്ദ മാഷിട്ട ബോംബില് ടെൻഷൻ അടിച്ച് നമ്മുടെ കോംറേഡ്സും ആഹ്ലാദിച്ച് പ്രതിപക്ഷവും ഉറങ്ങാൻ കിടന്നു. അങ്ങനെ വോട്ടെടുപ്പ് ദിവസമായി നിലമ്പൂരുകാര് പോളിംഗ് ബൂത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് 2 ജീവബിന്ദുക്കൾ കണ്ടുമുട്ടി. ഒന്ന് PV അൻവറും ഒന്ന് ആര്യാടൻ ഷൗക്കത്തും. ഷെയ്ക്കിന്റെ പക്ഷെ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റില്ലാന്ന് PV അൻവർ. അതെന്താ? പോളിംഗ് ബൂത്തിന്റെ മുന്നിന്നെങ്കിലും നിങ്ങൾക്ക് വള്ളി പിടിക്കേണ്ടിരുന്നൂടെ അൻവറേട്ടാന്ന് ആലോചിക്കുണ്ടാവും പലരും. എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനുള്ളൂ, അൻവറേട്ടന്റെ ലോല മനസ്സാണ്. മൂപ്പർക്ക് പല കാര്യങ്ങളും മറക്കാൻ പറ്റില്ല. അതെന്നെ കാര്യം. ഷൗക്കത്തിനെ കെട്ടിപ്പിടിക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കെട്ടിപ്പിടുത്തത്തിന്റെ അർത്ഥം നിലമ്പൂരിലെ പുള്ളിയെ കെട്ടിപ്പിടിച്ച എല്ലാവർക്കും അറിയാം. കെട്ടിപ്പിടിക്കാണ്ട് പോയപ്പോ അൻവറേട്ടൻ വിചാരിച്ചു അത് മാസാണെന്ന്. അത് മാസാണോ എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ അറിയാം. അങ്ങനെ കെട്ടിപ്പിടുത്ത വിവാദം ഒന്നടങ്ങിയപ്പോ അടുത്ത ആള് പരാതിയും പരിഭവമായിട്ട് വരുന്നു. നിലമ്പൂര് പ്രചാരണത്തിന് എന്നെ ആരും ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവര് പ്രത്യേകിച്ച് വിളിച്ചെന്താ വരുന്നില്ലേ ഒരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ സാധാരണ ചെയ്യാറില്ല. അതെന്താ ഞങ്ങളുടെ തരൂർജീനെ ആരും ക്ഷണിക്കാണ്ടിരുന്നേ? അതിലിപ്പോ എന്താന്ന് വെച്ചാൽ ഒരു യാഥാർത്ഥ്യം, സത്യത്തിൽ ഈ ഇലക്ഷനിൽ ഒരു നേതാവിനെയും ക്ഷണിക്കാറില്ല സാധാരണ, ഈ ബൈ ഇലക്ഷനിൽ പ്രത്യേകിച്ച്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ക്ഷണവും താലവും താലപ്പൊലിയും ഒക്കെ വേണം, എന്നാലേ വരൂ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതാണ് സാധാരണ എന്റെ അനുഭവം. നിലമ്പൂരിലേക്ക് ക്ഷണിച്ചൊരു മിസ് കോൾ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് തരൂർജി പറഞ്ഞത്. സോ സാഡ്. എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കി എന്റെ വലിയ ആവശ്യമില്ല അവിടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ താരപ്രചാരകരുടെ പട്ടികയിൽ ഡോക്ടർ ശശി തരൂർ MP-യുടെ പേരും. താരപ്രചാരകരുടെ ലിസ്റ്റിൽ അപ്പൊ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്ന? വാട്ട് കോക്കനട്ട് ഈസ് ദിസ്? നിങ്ങൾ നമുക്ക് മനസ്സിലാവില്ല. ഒരു സൈഡില് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്നിട്ട് RSS കൂട്ടിന്റെ കാര്യം ഭയങ്കര ഹാപ്പി ആയിട്ട് പറയണ കോംറേഡ്സ്, മറ്റേ സൈഡില് ഒരു സൈഡില് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ മറു സൈഡിൽ നിന്ന് തമ്മി തല്ലുന്നു. എന്താണിത്? നമുക്ക് മനസ്സിലാവില്ല കേട്ടാ. ഒരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ എല്ലാവർക്കും എല്ലാം നല്ലോണം മനസ്സിലായിക്കോളും.